നിങ്ങൾ ഒരു 10 വർഷത്തെ 5 വർഷത്തേക്ക് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ടറൽ ഫണ്ടുകൾ ടോപ്പ് ലിസ്റ്റിലൊന്നും കാണുന്നു. 2024 ജനുവരി 1-ാം തീയതി നിക്ഷേപിച്ച തുക 2025 ജനുവരി 2-ാം തീയതിയാണ് എക്സിറ്റ് ലോഡ്. ചെറിയ എക്സ്പെൻസ് റേഷ്യോയിലുള്ള ഫണ്ടുകൾ നല്ലതാണ് എന്നുള്ള തെറ്റിദ്ധാരണ പല യൂട്യൂബർമാരും പറഞ്ഞു എത്തുന്ന ഒരു തെറ്റിദ്ധാരണ. ഒക്കെ കാലത്തുള്ള NFO മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ കുറെ യൂണിറ്റുകൾ കിട്ടുമെന്ന് കരുതുന്നത് വെറും തെറ്റാണ്. ഞാൻ സുബീഷാണ്, റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. സാക്ഷരതയിൽ ഏറെ മുന്നിലായ മലയാളികൾ സാമ്പത്തിക സാക്ഷരതയിൽ വളരെ പിന്നിലാണെന്ന് പറയാം. India's investment landscape is undergoing a major transformation with mutual funds gaining traction over traditional bank deposits. പണം ഉണ്ടാക്കിയാൽ മാത്രം പോരാ, ആ പണം എങ്ങനെ കൃത്യമായി വിനിയോഗിക്കണം എന്നത് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പലരും റുപ്പിമംഗിന്റെ യൂട്യൂബ് ചാനൽ കാണുന്നത് മ്യൂച്വൽ ഫണ്ടുകളെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നതിന്റെ ഒരു ഡയറക്ഷൻ കിട്ടുന്നതിനൊക്കെയായിട്ടാണ്. ഞാനടക്കമുള്ള മിക്കവാറും എല്ലാ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റർമാരും പല സമയങ്ങളിലായിട്ട് പല തരത്തിലുള്ള തെറ്റുകൾ വരുത്തിയിട്ടുണ്ട്. 10 പ്രധാനപ്പെട്ട തെറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഒന്നാമത്തെ തെറ്റെന്താന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ NAV, ഏറ്റവും ചെറിയ വിലയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ 10 രൂപയില് ന്യൂ ഫണ്ട് ഓഫർ എന്നുള്ള രീതിയിൽ മ്യൂച്വൽ ഫണ്ടുകൾ ലഭിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് എന്ന് കരുതുന്ന ആളുകളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ വിലയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വിലയ്ക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും അല്ലെ. ഒരു ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 10 രൂപ യൂണിറ്റ് വിലയായിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 10,000 രൂപ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 1000 മ്യൂച്വൽ ഫണ്ട് യൂണിറ്റുകൾ നമുക്ക് കിട്ടും. അതേസമയം തന്നെ മാർക്കറ്റിലുള്ള മറ്റൊരു മ്യൂച്വൽ ഫണ്ടിന് 20 രൂപയാണ് വില എന്നുണ്ടെന്നുണ്ടെങ്കിൽ 10,000 രൂപയാണ് നമ്മൾ ഇടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും 500 യൂണിറ്റേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇരട്ടി യൂണിറ്റ് കിട്ടി എന്നുള്ളത് ഈ ചെറിയ വിലയിലുള്ള അല്ലെങ്കിൽ 10 രൂപയിലുള്ള NAV ഉള്ള മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുമ്പോൾ ഒരു ബെനിഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷെ അത് ശരിക്കും ഒരു തെറ്റായ ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് പൈസ വരുമ്പോൾ ആ പൈസ പൂൾ ചെയ്തുകൊണ്ട് പലരുടെ അടുത്തു നിന്നായിട്ട് കളക്ട് ചെയ്തുകൊണ്ട് ആ മ്യൂച്വൽ ഫണ്ട് മാനേജറിന്റെ കണ്ടുപിടിച്ചിട്ടുള്ള സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലും ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ വാങ്ങിയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് 10 രൂപ വിലയുള്ള മ്യൂച്വൽ ഫണ്ടാണ്. അതിലേക്ക് 1 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആ 1 കോടി രൂപ അയാൾ പല സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലുമായിട്ട് നിക്ഷേപിച്ചു എന്ന് കരുതുക. അതേസമയം തന്നെ അടുത്ത 20 രൂപയുടെ മ്യൂച്വൽ ഫണ്ടിലും ഇതേപോലെ 1 കോടി രൂപ കിട്ടി, അതും ഒരേ സ്റ്റോക്കുകളിലും കടപ്പത്രങ്ങളിലാണ് നിക്ഷേപിച്ചത് എന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. ഈ സ്റ്റോക്കുകളുടെ വിലയും കടപ്പത്രങ്ങളുടെ വിലയും ഒക്കെ കൂടുന്നത് 2 സ്ഥലത്തും ഒരുപോലെ ആയിരിക്കും അല്ലെ. 2 സ്ഥലത്തും 1 കോടി രൂപയാണ് നിക്ഷേപിച്ചത്, 2 സ്ഥലത്തും വർദ്ധിക്കുന്നതും ഒരേപോലെയാണ്. അതായത് 1 കോടി എന്നുള്ളത് 1 കോടി 10 ലക്ഷമായി ഇവിടെ വർദ്ധിച്ചു, അവിടെയും അതേസമയം 1 കോടി എന്നുള്ളത് 1 കോടി 10 ലക്ഷമായിട്ട് വർദ്ധിക്കും. സാധാരണ ഇൻവെസ്റ്റർക്ക് അത് എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ചാൽ ഈ 10 രൂപ NAV എന്നുള്ളത് 11 വർദ്ധിക്കും, അതേസമയം തന്നെ അപ്പുറത്ത് 20 എന്നുള്ളത് 22 വർദ്ധിക്കുകയാണ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിക്ഷേപിക്കുന്ന പണം എത്രയാണോ എന്നുള്ളതിനനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന നേട്ടം. അല്ലാതെ മ്യൂച്വൽ ഫണ്ട് NAV 10 ആയാലും 20 ആയാലും നമുക്ക് കിട്ടുന്ന ലാഭം പെർസെന്റേജ് കണക്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 10% വർദ്ധിക്കുമ്പോൾ 10 രൂപ എന്നുള്ളത് 11 വർദ്ധിച്ചു, അവിടെയും 10% വർദ്ധിക്കുമ്പോൾ 20 രൂപ NAV എന്നുള്ളത് 22 രൂപയായിട്ട് വർദ്ധിച്ചു. അതായത് നിങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള 1 ലക്ഷം രൂപ ഇവിടെ 1,10,10,000 വർദ്ധിക്കുന്ന അതേപോലെ തന്നെയായിരിക്കും അപ്പുറത്തും 1 ലക്ഷം രൂപ 1,10,10,000 വർദ്ധിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ ആദ്യ കാലങ്ങളിൽ കരുതിയിരുന്നത് ചെറിയ വിലയിലുള്ള മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ തുടക്കകാലത്തുള്ള NFO മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വാങ്ങുന്നത് വളരെ നന്നായിരിക്കും. കാരണം എന്താ വെച്ചാൽ കുറെ യൂണിറ്റുകൾ കിട്ടുമെന്ന് കരുതുന്നത് വെറും തെറ്റാണ്. ഇപ്പോഴും അങ്ങനെ ആളുകൾ ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 വരുന്ന പല മെസ്സേജുകളും കാണിക്കുന്നത്. അതേപോലെ നമ്മുടെ വീഡിയോക്കുള്ള കമന്റുകളായിട്ടും പലരും ചെറിയ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നത് നല്ലതല്ലേ എന്നുള്ള രീതിയിൽ ചോദ്യം ചോദിക്കാറുണ്ട്. അത് തെറ്റായ ധാരണയാണെന്നാണ് ഒന്നാമത്തെ കാര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞുതരാം. രണ്ടാമത്തെ ധാരണ എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത മ്യൂച്വൽ ഫണ്ട് ആയിരിക്കും ഏറ്റവും നല്ലത് എന്നാണ്. കഴിഞ്ഞ വർഷം ഏറ്റവും നന്നായി പെർഫോം ചെയ്ത മ്യൂച്വൽ ഫണ്ടുകളും ഏതൊക്കെയാണെന്ന് കണ്ടുപിടിച്ചുകൊണ്ട് വലിയ നിക്ഷേപം നടത്തുന്ന ആളുകളുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇലക്ഷൻ വരുന്നത് വരെ ഏറ്റവും നന്നായിട്ട് ലാസ്റ്റ് 1 ഇയറിൽ പെർഫോം ചെയ്ത ഫണ്ടുകൾ എന്ന് പറയുന്നത് ഡിഫൻസ് ഫണ്ടുകളൊക്കെയായിരുന്നു. HDFC ഡിഫൻസ് അതുപോലുള്ള ഫണ്ടുകളൊക്കെയായിരുന്നു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? ഈ ഡിഫൻസ് ഫണ്ടുകളെല്ലാം 20-30% താഴുകയുണ്ടായി. അപ്പോ ഒരിക്കലും നമ്മൾ ഈ അടുത്ത കാലത്ത് എങ്ങനെ ഒരു ഫണ്ട് പെർഫോം ചെയ്തു എന്നുള്ളത് മാത്രം നോക്കിക്കൊണ്ട് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കാൻ പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ മ്യൂച്വൽ ഫണ്ടിലുള്ള സ്റ്റോക്കുകളും മറ്റുള്ള ഇൻസ്ട്രുമെന്റുകളും വളർന്നിട്ടുള്ളത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ആ ഒരു സമയത്ത് വളർന്നിട്ടുള്ളതായിരിക്കാം. അതേസമയം തന്നെ അതിന് മുൻകാലങ്ങളിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സമയങ്ങളിലോ ഈ സ്റ്റോക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ഒരു വർഷം നന്നായി പെർഫോം ചെയ്തു എന്നുള്ളത് കൊണ്ട് മാത്രം ഒരു
മ്യൂച്വൽ ഫണ്ടിൽ അടുത്ത വർഷവും അല്ലെങ്കിൽ തുടർന്നും ഇത് നന്നായി വരണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനൊക്കെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്നത് 10 വർഷം, 5 വർഷം, 3 വർഷം, 1 വർഷം ഒക്കെയുള്ള കാലയളവിലുള്ള റിട്ടേണുകൾ നോക്കുകയും ആ റിട്ടേണുകൾ അതിന്റെ പിയർ ഫണ്ടുകൾ അതേപോലുള്ള മറ്റു ഫണ്ടുകളിൽ എങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് നോക്കുകയും അതുപോലെ എല്ലാ മ്യൂച്വൽ ഫണ്ടുകൾക്കും ഒരു ബെഞ്ച് മാർക്ക്, ഒരു അടിസ്ഥാനം ഉണ്ടായിരിക്കും. ആ അടിസ്ഥാന സെറ്റ് ഓഫ് സ്റ്റോക്കുകളേക്കാൾ എന്തുമാത്രം മികച്ചതായിരിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കിയിട്ടാണ്. ഈ പെർഫോമൻസ് മാത്രമല്ല ഒരു മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. പെർഫോമൻസിന് പുറമെ ഈ മ്യൂച്വൽ ഫണ്ടിന്റെ ഉള്ളിലുള്ള സ്റ്റോക്കുകൾ എന്തുമാത്രം പൊട്ടൻഷ്യൽ ഉള്ളതാണ്, ഭാവിയിൽ എന്തുമാത്രം വളരാൻ സാധ്യതയുള്ള മേഖലയാണ്, ഭാവിയിൽ എന്തുമാത്രം നേട്ടം തരാൻ സാധ്യതകളാണ് എന്നുള്ളതെല്ലാം കണ്ടുപിടിച്ചുകൊണ്ടൊന്നും നിക്ഷേപിക്കുക. അല്ലാതെ ലാസ്റ്റ് ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത XYZ എന്ന് പറഞ്ഞൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ തെറ്റ്. മൂന്നാമത്തെ വലിയൊരു തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ടറൽ ഫണ്ടുകളിലും തീമാറ്റിക് ഫണ്ടുകളിൽ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. സെക്ടറൽ ഫണ്ടുകളും തീമാറ്റിക് ഫണ്ടുകളും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം സ്റ്റോക്കുകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിക്ഷേപിക്കുന്ന തരം സ്റ്റോക്കുകളാണ് ഈ സെക്ടറൽ ഫണ്ടുകളും തീമാറ്റിക് ഫണ്ടുകളും. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ ഇതിൽ പറഞ്ഞ പോലെ ഡിഫൻസ് കാര്യങ്ങളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഡിഫൻസ് മ്യൂച്വൽ ഫണ്ടുകൾ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന PSU ബാങ്കിങ് ഫണ്ടുകൾ, അല്ലെങ്കിൽ IT കമ്പനികളിൽ മാത്രം ഉപയോഗിക്കുന്ന IT ഫണ്ടുകൾ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ മാത്രം നിക്ഷേപിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ മ്യൂച്വൽ ഫണ്ടുകൾ, ഇതൊക്കെ അതാത് സ്റ്റോക്കുകൾ നന്നായി വരുന്ന സമയത്ത് വളരെ നല്ല നേട്ടം തരികയും അതേസമയം തന്നെ ബാക്കി എല്ലാ സമയവും മോശമായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഏറ്റവും അടുത്ത സമയത്തെ നേട്ടം നോക്കിക്കൊണ്ട് നിക്ഷേപിക്കുന്ന ആളുകളാണെങ്കിൽ കൂടുതലും നിങ്ങൾ സെക്ടറൽ ഫണ്ടുകളാണ് അവിടെ കാണുക. നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സെക്ടറൽ ഫണ്ടുകളാണ്. പക്ഷെ നിങ്ങൾ ഒരു 10 വർഷത്തെ 5 വർഷത്തേക്ക് കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ സെക്ടറൽ ഫണ്ടുകൾ ടോപ്പ് ലിസ്റ്റിലൊന്നും കാണുന്നുണ്ടാവില്ല. അതായത് നമ്മളിപ്പോഴും സാധാരണ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള നിലയിൽ നമ്മളെപ്പോഴും പല തരം സ്റ്റോക്കുകളെ കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഡൈവേഴ്സിഫൈഡ് ഇക്വിറ്റി ഫണ്ടുകളിലൊക്കെയാണ് നിക്ഷേപിക്കേണ്ടത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഒരിക്കലും ഒരു സെക്ടറൽ ഫണ്ട് അത്ര യോജിച്ചതാവില്ല ആർക്ക്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക്. പക്ഷെ ഒരു സെക്ടർ എപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എപ്പോൾ മോശമായി പോകും എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിവുള്ള ബുദ്ധിമാന്മാർക്ക് സെക്ടറൽ ഫണ്ടുകൾ നിക്ഷേപിക്കുന്നുണ്ട്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഇപ്പോഴും കരുതുന്നു എന്നെപ്പോലുള്ള സാധാരണ ഇൻവെസ്റ്റർമാർക്ക് സെക്ടറൽ ഫണ്ടുകളും തീമാറ്റിക് ഫണ്ടുകളും യോജിക്കുന്നതല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ തെറ്റായിട്ട് ഞാൻ കരുതുന്നത് ഈ സെക്ടറൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന ആളുകളെ. നാലാമത്തേത് എക്സിറ്റ് ലോഡിലും ക്യാപിറ്റൽ ഗെയിൻ ടാക്സും കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയാണ്. പല ആളുകളും കരുതിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ SIP എന്നുള്ള രീതിയിൽ, അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ പല സമയങ്ങളിലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് SIP എന്ന് പറയാം. ഇങ്ങനെ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എമൗണ്ടും എക്സിറ്റ് ലോഡ് ഇല്ലാതാവുകയും മൊത്തം ഫണ്ടുകളും ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഒഴിവായി പോവുകയും ചെയ്യും എന്നൊക്കെ കരുതുന്ന ആളുകളുണ്ട്. അതായത് SIP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോ മാസത്തിലെ SIP കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അങ്ങനെ ഒരു 6 മാസം നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ജനുവരി, അതായത് ഇപ്പൊ 2024 ജനുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളുടെ ഇൻവെസ്റ്റ്മെന്റ് എക്സിറ്റ് ലോഡ് ഫ്രീ ആവുന്നത്, അല്ലെങ്കിൽ ആ ഫണ്ട് പിൻവലിക്കുമ്പോൾ നമുക്ക് ഫൈൻ വരാതിരിക്കുന്നത് മിക്കവാറും ഫണ്ടുകൾ ഒരു വർഷത്തിന് ശേഷമാണ്. അതുകൊണ്ട് 2024 ജനുവരി 1-ാം തീയതി നിക്ഷേപിച്ച തുക 2025 ജനുവരി 2-ാം തീയതിയാണ് എക്സിറ്റ് ലോഡ് ഫ്രീ ആവുക. അതേസമയം തന്നെ ബാക്കിയെല്ലാം ഫെബ്രുവരിയിലും മാർച്ചിലും ഏപ്രിലും ഒക്കെ നിക്ഷേപിച്ചിട്ടുള്ള തുക എന്താണ്, എക്സിറ്റ് ലോഡിന് വിധേയമായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ SIP-യിലെ എല്ലാം ഈ എക്സിറ്റ് ലോഡ് ഫ്രീ ആവും അല്ലെങ്കിൽ ടാക്സ് ഫ്രീ ആയി മാറും എന്നുള്ളതാണ്. അങ്ങനെയല്ല അതിന്റെ കാര്യം. എപ്പോഴും SIP ഇൻവെസ്റ്റ്മെന്റ് ഓരോ ഇൻവെസ്റ്റ്മെന്റും സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ആ പർട്ടിക്കുലർ ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സിറ്റ് ലോഡ് ഫ്രീ ആവുകയോ ടാക്സ് ഫ്രീ ആവുകയോ ചെയ്യൂ. ചെറിയ എക്സ്പെൻസ് റേഷ്യോയിലുള്ള ഫണ്ടുകൾ നല്ലതാണ് എന്നുള്ള തെറ്റിദ്ധാരണ പലർക്കും ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ 100 രൂപ നിക്ഷേപിക്കുമ്പോൾ നമ്മൾക്ക് ആവറേജ് ഒരു വർഷം വരുന്ന ആ ചെലവിനെയാണ് എക്സ്പെൻസ് റേഷ്യോ എന്ന് പറയാം. അപ്പോൾ 1 രൂപയാണ് എക്സ്പെൻസ് റേഷ്യോ എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ നമ്മൾ 100 രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏതാണ്ട് 1 രൂപ ഒരു വർഷത്തിൽ അതിൽ നിന്ന് നമുക്ക് ഈ ചെലവുകൾക്കായിട്ട്, മ്യൂച്വൽ ഫണ്ടിന്റെ ചെലവുകൾക്കായിട്ട് കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സ്പെൻസ് റേഷ്യോ കൂടുതലുള്ള ഫണ്ടുകൾ എന്ന് പറയുന്നത് ഇപ്പോ 1-1.5% വേണ്ടി വരുന്ന ഫണ്ടുകൾ ഉണ്ട്. എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞിട്ടുള്ള 0.5% അല്ലെങ്കിൽ 0.25% ഫണ്ടുകളുണ്ട്. എക്സ്പെൻസ് റേഷ്യോ കൂടിയ ഫണ്ടുകൾ മോശമെന്നോ എക്സ്പെൻസ് റേഷ്യോ കുറഞ്ഞ ഫണ്ടുകൾ നല്ലതെന്നോ നമുക്ക് പറയാൻ തന്നെയായിട്ട് സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക്
ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ്. ഇപ്പോ 1% എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്ന ഒരു ഫണ്ട് 15% നേട്ടം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു നേട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 - 1 14%. അതേസമയം തന്നെ 0.5% എക്സ്പെൻസ് റേഷ്യോ എടുക്കുന്ന ഒരു ഫണ്ട് 12% നേട്ടം തന്നുള്ളൂ എന്നുണ്ടെങ്കിൽ 12 - 0.5 11.5 അവിടെ നമുക്ക് നേട്ടമായിട്ട് എഫക്റ്റീവ് നേട്ടമായിട്ട് കിട്ടുന്നത്. അപ്പൊ എന്താണ്, നമ്മൾ എക്സ്പെൻസ് റേഷ്യോ കൂടിയ ഫണ്ടായാലും നമ്മൾക്ക് കൂടിയ നേട്ടം കിട്ടിയിട്ടുള്ളത് കൊണ്ട് നമ്മൾക്ക് ബെനിഫിറ്റ് കൂടുതൽ കിട്ടിയെന്ന് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ ഫണ്ട് കണ്ടുപിടിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് എന്നുണ്ടെങ്കിലും അത് മാത്രം നോക്കിക്കൊണ്ട് നിക്ഷേപം നടത്തുന്ന ചില മണ്ടന്മാർ ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്കുള്ള മെസ്സേജുകളുടെ രൂപത്തിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കും ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ സംശയങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ചൊന്ന് ചുരുക്കുകയാണ്. ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്തിൽ ബാക്കി 5 തെറ്റുകളെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ആണ് നിങ്ങളോട് കാണുന്നത്, അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോവാം. ഈ വീഡിയോ ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ട വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ അതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക.